എറണാകുളത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. മൂവാറ്റുപുഴയിലെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി അടക്കമുള്ള ഇടങ്ങളിലെ വീടുകളിൽ വെള്ളത്തിലായി. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. ശരൺ എസ് ചേരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന്. ശരൺ, വീടുകളിൽ പടികൾ വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. എത്രത്തോളം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്? ജാഗ്രത അത് കൈവിടരുത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണല്ലേ? എറണാകുളത്തിന്റെ റൂറൽ ഏരിയകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ദൃശ്യം. അവിടെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകൾ വെള്ളത്തിലാണ്. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കനത്ത മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ ഈ വെള്ളക്കെട്ട് അത് ഒഴിയുന്നില്ല. മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും ഒക്കെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് പ്രാദേശികമായി ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പാലയിലേക്ക് പോയതാണ്. പാലയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മൂവാറ്റുപുഴയിലെ ദൃശ്യം ഇപ്പോൾ കാണുന്നു. വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമാണുള്ളത്. എറണാകുളത്ത് മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളും നിർണായകം തന്നെയാണ്. മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഈ പ്രദേശങ്ങൾ വീണ്ടും വെള്ളക്കെട്ട് കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ നിലവിൽ എറണാകുളത്തും പാലയിലും ഒക്കെയുള്ള വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ പാല വലിയ വെള്ളക്കെട്ടിലായിരുന്നു. പാല നഗരമൊക്കെ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എറണാകുളത്തെ പ്രാദേശികമായ മൂവാറ്റുപുഴയിൽ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യം. ശരൺ, ഈ ക്യാമ്പുകളിലേക്കൊക്കെ എത്രത്തോളം ആളുകളെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്? വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറിയല്ലേ? ഈ ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ എന്താണ്? റോഷി, ഈ മൂവാറ്റുപുഴ അടക്കമുള്ള ഇടങ്ങളിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ എറണാകുളം ജില്ലയിൽ, അതായത് എറണാകുളത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അത് മൂവാറ്റുപുഴയാണെങ്കിലും കോതമംഗലത്താണെങ്കിലും നമുക്ക് വെള്ളക്കെട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴ ഇലാഹിയ നഗർ എന്നുള്ള ആ സ്ഥലത്താണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ വീടുകളാകെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇന്നലെ മുതൽ ഇതാണ് സാഹചര്യം. ആ സാഹചര്യത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 200ഓളം വീടുകളാണ് ഇവിടെയുള്ളത്. ഈ 200ഓളം വീടുകളും ഇപ്പോഴും വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം, അതായത് ഇന്നലെ എങ്ങനെയായിരുന്നു വീടിന് അകത്തേക്കൊക്കെ തന്നെ വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നതാണ്. ഇതിനിടയിൽ തന്നെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇവിടെ സമീപത്ത് ഒരു സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ വീടുകളിലുള്ള ആളുകളെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും മറ്റ് ചിലർ ബന്ധുവീടുകളിലേക്ക് മാറിപ്പോയ സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ജാഗ്രത തുടർന്ന പ്രദേശം കൂടിയാണ് ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയാറിന്റെ ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. ഇന്നലെ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയത്. അത് മാത്രമല്ല, ഈ തൊടുപുഴയാറിന്റെ ജലനിരപ്പും ഉയർന്നതോടുകൂടി അത് കരകവിഞ്ഞ് ഒഴുകുന്നു. അങ്ങനെ ഈ മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും ജലനിരപ്പ് ഇത്തരത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുകയും ചെയ്യുക. എന്തായാലും ഇവിടെയുള്ള ആളുകൾ ചേരുകയാണ്. ചേട്ടാ, ഇവിടുന്ന് എത്ര പേരെ ഇപ്പോൾ ക്യാമ്പിലേക്ക് വന്നു? കറക്റ്റ് പറയാൻ പറ്റില്ല. ഒരു 200ഓളം വീടുകളുണ്ട്. ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം JP സ്കൂൾ വാഴപ്പള്ളിയിൽ അങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഒരു 3 ദിവസമായിട്ട് വെള്ളത്തിൽ തന്നെയാണ് അവർ. എല്ലാവരും വളരെ ദുരിതത്തിലാണ്. പിന്നെ ക്യാമ്പിലായ കാരണം അവിടെ ഇപ്പോൾ സുരക്ഷിതമായിട്ടുണ്ടെന്നാണ് അറിവ്. ഈ 3 ദിവസമായിട്ടും മാറ്റം ഉണ്ടായിട്ടില്ല. വെള്ളം ഇങ്ങനെ ഇപ്പം നിലച്ചാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇറക്കമായിട്ടില്ല. ഇന്നലേക്ക് ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് മഴ ഇച്ചിരി കുറവുള്ള കാരണം ഇനിയിപ്പോൾ നിലച്ചാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല. എന്തെങ്കിലും രാത്രിക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ല. ഇവിടുത്തെ ക്യാമ്പ് എവിടെ? ക്യാമ്പ് JP സ്കൂൾ വാഴപ്പള്ളിയിലാണ്, മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ. ഈ കൊച്ചങ്ങാടി അടക്കമുള്ള മറ്റു സ്ഥലങ്ങളിലും സമാനമായ ആ ഭാഗത്തും UP സ്കൂളിലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും തന്നെ ക്യാമ്പിലുണ്ട്. മഴ കുറഞ്ഞേക്കണ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനി ഇറങ്ങുമെന്നുള്ള ഇതുണ്ട്. എന്നാൽ റോഷ്നി, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വീടുകളിലേക്കൊക്കെ തന്നെ വലിയ തോതിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. വീടിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നശിച്ച നിലയിലാണ് ഉള്ളത്.
ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം ഉയർന്നോടുകൂടി ആളുകളെ ആ സമയബന്ധിതമായി തന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചിലരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റു ചിലരെ ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും ഈ വെള്ളം ഇങ്ങനെ തന്നെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കിലോമീറ്ററുകളോളം ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവിടെ മാറുന്നത്. മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി നഗരത്തിലാണെങ്കിലും റൂറൽ പ്രദേശങ്ങളിലാണെങ്കിലും മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്നലെ രാത്രി കാര്യമായ മഴ എങ്ങും പെയ്തിട്ടില്ല. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യം, അതായത് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ തന്നെ തുടരുന്നതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ ആക്കുന്നത്. വരും മണിക്കൂറുകളിൽ ജാഗ്രത സ്വാഭാവികമായിട്ടും തുടരും. കൂടുതൽ മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുടുംബങ്ങളെ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു ആലോചനയിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വശത്തേക്കൊക്കെ തന്നെ പോയാൽ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ അത് പ്രകടമാണ്. കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇലാഹിയ നഗർ എന്നുള്ള സ്ഥലത്ത് മാത്രമല്ല, കൊച്ചങ്ങാടി അടക്കമുള്ള പലയിടങ്ങളിലും സമാനമായി തന്നെ ഈ സാഹചര്യം തുടരുകയാണ്. വലിയൊരു ജനവാസ കേന്ദ്രം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വീടുകൾ, അതായത് ഒരു 2 നില വീടാണ്. ആ വീടിൻ്റെ താഴത്തെ ഭാഗമാകെ തന്നെ മുങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വെള്ളക്കെട്ടിലൂടെ നടന്നു വരുന്നത് കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള 200ഓളം വീടുകളും ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, ശരണാണ് എറണാകുളത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴയിൽ നിന്ന് അവിടെ ഗ്രാമപ്രദേശങ്ങളിലെ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളിലൊക്കെ വെള്ളം കയറിയ അവസ്ഥ. മാത്രമല്ല ഈ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി അടക്കമുള്ള ഇടങ്ങളിലൊക്കെയാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ള. ശരൺ തുടരുന്നുണ്ട്. അവിടെ നിന്നാണ് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നത്. ശരൺ, കൊച്ചിയിലിപ്പോൾ ഈ കൂടുതൽ ഇനിയിപ്പോൾ മഴ പെയ്താലാണ് കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോവുക അല്ലേ? റോഷി, തീർച്ചയായിട്ടും. അതായത് മഴ കനക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. നമുക്കറിയാം, ഒരു വശത്ത് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇത്തരത്തിലൊരു സാഹചര്യമാണ് അവർ നേരിടുന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആളുകൾക്കൊന്നും തന്നെ ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് വെള്ളം ഇറങ്ങിയിട്ടില്ല, ചെറിയൊരു മാറ്റം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ശരിക്കും മുട്ടിന് മുകളിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. അത്ര ഒരു വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ 200ഓളം വീടുകളും സമാനമായി തന്നെ വലിയ പ്രതിസന്ധി, ഇവിടെ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധി നേടുന്നുണ്ടായിരുന്നു. മുഴുവൻ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ ജാഗ്രത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ വെള്ളം കൂടുതലായി ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആളുകൾക്ക് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് മുൻപായി തന്നെ ആളുകൾ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. ഒപ്പം തന്നെയാണ് മറ്റ് ചിലർ ബന്ധുവീടുകളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇനി അവരെ സംബന്ധിച്ച് തിരികെ എത്തിക്കഴിഞ്ഞാൽ ഈ വീടുകളൊക്കെ തന്നെ വൃത്തിയാക്കുക എന്നുള്ള വലിയൊരു കാര്യം കൂടി ഉണ്ടെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ദിവസങ്ങളെടുത്ത് വേണം വൃത്തിയാക്കാൻ. ഒപ്പം തന്നെ വലിയ നാശനഷ്ടമാണ് ഈ വീടുകൾ ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം കയറി വീടുകളിലെ സാധനങ്ങളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. ശരി, ശരണാണ് നിലവിലെ അവസ്ഥ വിവരിച്ചത്.